പശ്ചിമേഷ്യയിൽ 8ാം നാളും അയവില്ലാതെ യുദ്ധം തുടരുന്നു. ഇസ്രയേൽ ഇറാനിലെ പടിഞ്ഞാറൻ മേഖലകളിൽ വ്യാപക വ്യോമാക്രമണമാണ് നടത്തിയത്. ഇറാനിൽ ഇതുവരെ 1332 പേർ കൊല്ലപ്പെട്ടു. ലെബനനിലും മരണം 217 കടന്നെന്നാണ് റിപ്പോർട്ട്. ഇറാൻ ഇസ്രയേൽ സൈനിക നീക്കങ്ങൾ 8ാം നാളും അതിരൂക്ഷമായി തുടരുന്നു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയും അയൽ രാജ്യങ്ങളെയും ഒരേപോലെ ഭീതിയിലാഴ്ത്തി യുദ്ധം പുതിയ മേഖലകളിലേക്ക് വ്യാപിക്കുകയാണ്. ഇറാനിലെ പടിഞ്ഞാറൻ മേഖലകളിൽ വ്യാപകമായ വ്യോമാക്രമണമാണ് ഇപ്പോൾ ഇസ്രയേൽ നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. ആക്രമണത്തിന് പിന്നാലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളടക്കം തകിടം മറിഞ്ഞു. ടെഹ്റാൻ അടക്കമുള്ള മേഖലകളിൽ വൻ സ്ഫോടനമാണ് ഉണ്ടാകുന്നത്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനിൽ മാത്രം ഇതുവരെ 1332 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൾ. ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. ലബനാനിലും മരണസംഖ്യ ഉയരുകയാണ്. മരണം 217 കടന്നെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം തെക്കൻ ഇസ്രയേലിലും ഇറാനും മിസൈൽ ആക്രമണം നടത്തിയതായും സ്ഥിരീകരിക്കുന്നുണ്ട്. ഇവിടെ ഇസ്രയേൽ ടെല്ലവീവിലടക്കം നടത്തിയ ആക്രമണം പ്രതിരോധിച്ചതായിട്ടാണ് പറയുന്നത്. പലയിടത്തും മിസൈൽ അവശിഷ്ടം പതിച്ചതായും തീപിടുത്തമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം സംഘർഷം രൂക്ഷമായ പശ്ചിമേഷ്യയിൽ നിന്ന് 27,000 അധികം അമേരിക്കൻ പൗരന്മാർ തിരിച്ചെത്തിയതായി അമേരിക്ക പറയുന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷം ഒരാഴ്ച പിന്നിട്ട സാഹചര്യത്തിലാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. പൗരന്മാർക്ക് ചാർട്ടേഡ് വിമാനങ്ങളടക്കമുള്ള സൗകര്യങ്ങളാണ് അമേരിക്ക ഇതിനോടകം ഒരുക്കിയിരിക്കുന്നതും. അമേരിക്ക ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിൽ ഇതുവരെ അറുതി വരാത്തതുകൊണ്ട് തന്നെ ആശങ്കയുടെ നിമിഷങ്ങളാണ് കടന്നുപോകുന്നത്. ജനവാസ കേന്ദ്രങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവ ലക്ഷ്യം വെച്ചാണ് കൂടുതലായും ആക്രമണങ്ങൾ നടത്തുന്നതെന്ന് ഇറാൻ വിശദമാക്കി. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണത്തിൽ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ പങ്കുചേർന്നാൽ അവരെയും ആക്രമിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത്. അതേസമയം യുദ്ധത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ലെന്ന് അമേരിക്കയും വ്യക്തമാക്കുകയാണ്. ഇറാൻ നിരുപാധികം കീഴടങ്ങാതെ ഒത്തുതീർപ്പിനാകില്ലെന്നാണ് ട്രംപ് പറയുന്നത്. കൂടാതെ കൂടുതൽ യുദ്ധമുഖത്തേക്ക് ആയുധശേഖരം വിശാലമാക്കാൻ പോകുന്നുവെന്ന പ്രഖ്യാപനമാണ് ട്രംപ് നടത്തുന്നത്. അത്യാധുനിക ആയുധങ്ങളുടെ നിർമ്മാണം 4 ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ പ്രതിരോധ നിർമ്മാണ കമ്പനികളുമായി ധാരണയായെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. പ്രമുഖ പ്രതിരോധ നിർമ്മാണ കമ്പനികളുടെ തലവന്മാരുമായി ഇതുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ട്രംപിന്റെ പ്രഖ്യാപനമുണ്ടായത്. ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങളിൽ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി അമേരിക്കയുടെ ആന്റി ഡ്രോൺ സംവിധാനം ഉടൻ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ വിന്യസിക്കുമെന്നും US സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഇതിനിടെ ഇറാന്റെ വ്യോമ മേഖലയിലെ നിയന്ത്രണം നേടാനായെന്നും സൈനിക നീക്കം 6 ആഴ്ച വരെ നീണ്ടു നിന്നേക്കുമെന്നാണ് വൈറ്റ് ഹൌസ് വക്താവ് പ്രതികരിക്കുന്നത്. ഇറാൻ ഭരണകൂടത്തിന് രാജ്യത്തിനകത്തുള്ള നിയന്ത്രണം നഷ്ടപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ സുരക്ഷാ കേന്ദ്രങ്ങളെ ഉന്നമിട്ടാണ് ഇപ്പോൾ ആക്രമണം നടത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.